സൈബർ തട്ടിപ്പുകാർ വരിഞ്ഞു മുറുക്കുകയാണ് മലയാളികളെ. തട്ടിച്ചെടുക്കുന്ന കോടികൾ എത്തുന്നത് ഇതര സംസ്ഥാനങ്ങളിലേക്കും വിദേശങ്ങളിലേക്കുമാണ്. കൊച്ചിയിൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഉടമയിൽ നിന്ന് വ്യാജ ഷെയർ ട്രേഡിംഗ് ആപ്പിന്റെ മറവിൽ തട്ടി 25 കോടിയിൽ 16 കോടിയും എത്തിയത് ഹൈദരാബാദിലെ അക്കൗണ്ടിൽ നിന്ന് കണ്ടെത്തൽ. പാലക്കാട് സൈബർ തട്ടിപ്പിനിരയായ വീട്ടമ്മയെ കാണാനില്ലെന്ന് പരാതി. പോലീസ് അന്വേഷണം തുടങ്ങി. ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഉടമയെ ഓൺലൈൻ തട്ടിപ്പിനിരയാക്കി 25 കോടി കവർന്ന കേസിലെ 16 കോടി രൂപ ഹൈദരാബാദിലെ അക്കൗണ്ടിലാണ് എത്തിയതെന്ന് പോലീസ് കണ്ടെത്തി. ഈ അക്കൗണ്ട് ഉടമ നിലവിൽ തട്ടിപ്പ് കേസിൽ ജയിലിലാണ്. 2 ദിവസത്തിനകം ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്താനാണ് പോലീസിന്റെ നീക്കം. നിലവിൽ അറസ്റ്റിലായ സുജിത തട്ടിപ്പിനായി കൂടുതൽ അക്കൗണ്ടുകൾ ഉപയോഗിച്ചിരുന്നുവെന്നും പോലീസ് കണ്ടെത്തി. വരുമാന മാർഗം വീട്ടുജോലിയാണെന്ന് സുജിത പറഞ്ഞത് കളവാണെന്നും അന്വേഷണ സംഘം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കേസിൽ തട്ടിപ്പിനിരയായ ആളെ ഡാനിയൽ എന്ന പേരിൽ വിളിച്ചത് മലയാളിയാണെന്നും കേസിൽ 5ലധികം മലയാളികൾക്ക് പ്രത്യക്ഷത്തിൽ ബന്ധമുണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. പണം കൈമാറ്റം ചെയ്യാൻ അക്കൗണ്ട് വാടകയ്ക്ക് കൊടുത്തവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണ്. പാലക്കാട് സൈബർ തട്ടിപ്പിനിരയായ വീട്ടമ്മയെ കാണാനില്ലെന്ന് പരാതി വന്നു. കടമ്പഴിപ്പുറം സ്വദേശിനി പ്രേമയെയാണ് കഴിഞ്ഞ 13-ാം തീയതി മുതൽ കാണാനില്ലെന്ന് കുടുംബം പോലീസിൽ പരാതി നൽകിയത്. 13-ാം തീയതി അർദ്ധരാത്രി പ്രേമ വീട് വിട്ടിറങ്ങുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. 15 കോടി രൂപ സമ്മാനമായി ലഭിച്ചെന്ന് തെറ്റിദ്ധരിപ്പിച്ച് സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട സംഘമാണ് വീട്ടമ്മയുടെ 11 ലക്ഷം രൂപ തട്ടിയെടുത്തത്. സമ്മാനമായി ലഭിച്ച തുക വിട്ടുകിട്ടാൻ നികുതി അടയ്ക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പണം തട്ടിയത്. ഈ കേസിലും അന്വേഷണം തുടരുകയാണ്. 24 കൊച്ചി, പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.